രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, നമ്മൾ ദിവസവും പുറത്തുവിടുന്ന നിരവധി വാർത്തകളുണ്ട്. ഈ മാഫിയകളാണിപ്പോൾ ദേവസ്വത്തെ ഭരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. അവിടെ മാംസാദികൾ വിൽക്കുന്ന പൊതു മാർക്കറ്റിന്റെ പ്രവർത്തനമാണ് ഈ ക്ഷേത്ര ഭൂമി കയ്യേറി നടക്കുന്നത്. ഇതിന് ഒത്താശ എന്ന് പറയുന്നത് സർക്കാരും പോരുവഴി ഗ്രാമപഞ്ചായത്തുമാണ്. അനുകൂലമായ കോടതി വിധിയൊക്കെ വന്നു. അത് ഈ വിധി വന്നിട്ട് തന്നെ മാസങ്ങൾ പിന്നിടുന്നു, ഏതാണ്ട് 1 വർഷമാകുന്നു. പക്ഷേ എന്നിട്ടും ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള യാതൊരു നടപടിയും ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ടീച്ചർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? വളരെ നന്നായി അറിയുന്ന വിഷയമാണ്, അതിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ കേസ് നടത്താൻ ദേവസ്വം ബോർഡില്ല. പലപ്പോഴും കേസ് കൊടുക്കുമ്പോൾ ഭക്തജനങ്ങളോ ഹൈന്ദവ സംഘടനകളോ ക്ഷേത്രഭൂമി വീണ്ടെടുക്കാനുള്ള കേസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ദേവസ്വം ബോർഡിന്റെ വക്കീലന്മാർ അവിടെ പോയി തോറ്റു കൊടുക്കുന്നതാണ് അനുഭവം. ഇനി അഥവാ എങ്ങാനും കാരണം അവര് വിചാരിച്ചാലും കേസ് തോൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ജയിച്ചാലും ഒരു ഭൂമി വീണ്ടെടുക്കുന്നില്ല. അത് ഇവിടുത്തെ മാത്രമല്ല. അപ്പോ സ്വന്തം ഭൂമി, അതായത് വിശ്വാസികളുടെ ഭൂമി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കരാറുമായിട്ടാണ് ദേവസ്വം ബോർഡിലിരിക്കുന്നത്. സംരക്ഷിക്കാൻ വേണ്ടിയല്ല. ഹെക്ടർ കണക്കിന് ഭൂമിയാണ്. ഇവിടുത്തെ മാത്രമല്ല, ഹെക്ടർ കണക്കിന് ഭൂമി, എത്രയോ കോടതി വിധികൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് ദേവസ്വം ബോർഡിന് തുടരാൻ അധികാരമില്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഭക്തജനങ്ങളെ വീണ്ടും പ്രക്ഷോഭത്തിലേക്കും അല്ലെങ്കിൽ നിയമ നടപടികളിലേക്കും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കേസ് നടക്കുന്നതിലേക്കും ഒക്കെ തള്ളിവിടുന്നത് ഈ ദേവസ്വം ബോർഡ് മാത്രമാണ്. ഈ കയ്യേറിയവരെക്കാൾ പിഴ കാണിക്കുന്നത് ദേവസ്വം ബോർഡാണ്. കയ്യേറിയവർക്ക് ഒരു പക്ഷേ സ്വന്തം കയ്യിലുള്ള മുതല് സംരക്ഷിക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമായിരിക്കും. ഇത് ആർക്കോ വേണ്ടിയാണ്. ഇതേ ചക്കുവള്ളി പ്രദേശത്ത് നമുക്കറിയാം, CPM-ന്റെ ഒരു ജനപ്രതിനിധിയായിരുന്നു. ക്ഷേത്രത്തിലെ സ്ഥലം കയ്യേറി കടകൾ വെച്ചിരുന്നവർക്കൊക്കെ കൂട്ടായി നിന്നിട്ടുണ്ട്. ഒരു കാരണവശാലും അവരെ ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് തോന്നുന്നു കേരള സംസ്ഥാന മന്ത്രിയാണ് അദ്ദേഹം. അപ്പൊ അത്തരത്തിലുള്ളവർ വളരെ ശക്തമായി നിന്നിട്ടും മറുഭാഗത്ത് ഹൈന്ദവ സംഘടനകളുടെയും അവിടുത്തെ ഭക്തജനങ്ങളുടെയും വികാരമനുസരിച്ചാണ് അന്ന് ക്ഷേത്ര കടകളിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കടകളിൽ നിന്നൊക്കെ അവർ ചെറിയ തോതിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഇപ്പൊ വീണ്ടും ചക്കുവള്ളിയിൽ അതേ പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് കരാറെടുത്തിരിക്കുന്നു. ക്ഷേത്ര സ്വത്ത്, ക്ഷേത്രഭൂമി, ക്ഷേത്ര വിശ്വാസം, ക്ഷേത്ര ആചാരം ഇതെല്ലാം തകർത്ത് കയ്യിൽ തരാം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെയാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. ഒരു നിമിഷം നേരത്ത് അവരെ അവിടെ നിന്ന് പുറത്താക്കിയാൽ മാത്രമേ നമുക്കിതെല്ലാം സംരക്ഷിക്കാൻ സാധിക്കൂ. കേട്ടും പറഞ്ഞും മടുത്തു കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എത്രയാണ് ഇതൊക്കെ ചർച്ച ചെയ്യുക? എത്ര സ്ഥലത്ത് എത്ര കണക്കിന് ഭൂമി പോകുമ്പോൾ ഒരു തുണ്ട് ഭൂമി ഇല്ലാതെ പല ക്ഷേത്രങ്ങളും കനാലിന്റെ പുറത്തുമൊക്കെ ഇരിക്കുന്നു. അതിനൊരു ഇഞ്ച് ഭൂമി കൊടുക്കാൻ, പുറമ്പോക്ക് ഭൂമിയോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ എന്തൊരു താല്പര്യമാണ്. ഇനി രേഖയിലെങ്കിലും ഒരു പക്ഷെ പുറമ്പോക്കാകില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ രേഖയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അത് പുറമ്പോക്കാണ് എന്ന് പറയാനും ക്ഷേത്രക്കുളങ്ങൾ പൊതുകുളമാക്കാനും ക്ഷേത്രത്തിന് കൊടുത്തിട്ടുള്ള ഭൂമി പോലും കൈയേറാനും ഒക്കെ വാശി കാണിക്കുന്നവരാണ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി പോലും അവർക്ക് കൊടുക്കാത്തത്. അപ്പൊ തീർച്ചയായും ഭക്തരോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയക്കാർ ദേവസ്വം ബോർഡ് കൈയാളുന്നത്. അപ്പൊ സ്വന്തം മുതൽ സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തി, ഉത്തരവാദിത്വ ബോധം ഇത് ഹൈന്ദവ സമൂഹം പ്രകടിപ്പിക്കുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. നന്ദി ശ്രീമതി കെ പി ശശികല ടീച്ചർ. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് മനോജിലേക്ക് പോവുകയാണ്. മനോജ്, ടീച്ചർ പ്രതികരിച്ചത് കേട്ട് കാണും. എങ്ങനെയെങ്കിലും ഈ കേസൊക്കെ ഒന്ന് തോറ്റ് ഈ ഭൂമി വല്ലവനും കൊണ്ടുപോകണം, ആ ഒരു രീതിയിലാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത്. ഇനി അഥവാ എങ്ങാനും കേസ് ജയിച്ചാൽ ഇതാണ് ഇവരുടെ ഒരു നിലപാട്. അത് തന്നെയാണ് ടീച്ചർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളും ഈ കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തിലെ സ്ഥിതിയും അവിടുത്തെ ഭൂമി കയ്യേറ്റവും വ്യക്തമാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഈ ഒരു നിലപാട് തന്നെയാണ്. മനോജ്, തീർച്ചയായും അതുതന്നെയാണ്. അതായത് ഈ ക്ഷേത്രത്തിന് സമീപമുള്ള 52 സെൻറ്റ് അത് രേഖകൾ ക്ഷേത്ര ഭാരവാഹികളൊക്കെ ചേർന്നുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി. ഭക്തജനങ്ങളൊക്കെയാണ് ഈ കേസിന് പോകുന്നത്. ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാതെ വളരെയധികം, അതായത് ഈ ഭക്തർ നിരന്തരമായി പരാതി നൽകിയിട്ട് പോലും അതിനെയൊന്നും കൈക്കൊള്ളാതെ തന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ തന്നെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു നിലപാട്. എന്തായാലും ചക്കുവള്ളി
ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി തിരിച്ചുപിടിക്കുക എന്നുള്ള നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ക്ഷേത്ര ഉപദേശക സമിതി. കാരണം ഇത്രയധികം ഭൂമി കയ്യേറി അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും അതിനെയൊക്കെ ഈ ഭക്തർ വേദനയോടുകൂടി സഹിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. അതായത് സ്വാഭാവികമായും ഈ മാംസത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കൊണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പക്ഷികൾ ഇടുന്നു. അതിന് അടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്, അത് ക്ഷേത്രഭൂമിയിൽ തന്നെയാണ് ഈ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ രേഖകളൊക്കെ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഭൂമി തിരിച്ചുപിടിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാവാത്തതിലാണ് ഈ പ്രതിഷേധമുയരുന്നത്. അതുപോലെ തന്നെ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്, അത് സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭൂമിയിൽ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ ദേവസ്വത്തിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രഭൂമി കയ്യേറി അതിപ്പോൾ പകുതിയിൽ, അതായത് ഈ 14 ഏക്കറിൻ്റെ ഇപ്പോൾ പകുതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വ്യക്തികൾ കയ്യേറുന്നു, അവിടെ മറ്റ് കടകൾ വരുന്നു. അതൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ കോടതിയെ സമീപിച്ച് പിന്നീട് അതിനെ തിരിച്ചുപിടിക്കുവാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഉണ്ടാകുന്നത്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് അതിന് കഴിയുന്നില്ല, ക്ഷേത്രത്തെ സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് തെളിവ് സഹിതം സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്മി നമുക്കൊപ്പം ചേരുന്നുണ്ട്.